ഹായ് നമസ്കാരം, എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകത്തെക്കുറിച്ചാണ്. അതെ, ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ഒരു നാടകക്കളരിയാണ്. 2 മാസം കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് AIFFൻ്റെ തലപ്പത്തേക്ക് പ്രസിഡൻ്റ് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്രസീൽ പനാമ മാച്ചുകളെല്ലാം ഇന്ത്യ കളിക്കാൻ പോകുന്നു. അതെല്ലാം ഈ പൊറാട്ട് നാടകത്തിൻ്റെ ഭാഗമാണ്. കല്യാൺ ജോബയ്ക്ക് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ജയിച്ച് വീണ്ടും പ്രസിഡൻ്റ് ആകണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, 1.5 മാസം മുമ്പാണ് ഫിഫ ആസിയാൻ കപ്പിനുള്ള ഫിഫയുടെ ക്ഷണം ഇന്ത്യ സ്വീകരിക്കുകയും ഇന്ത്യ അതിൽ കളിക്കുമെന്ന് അറിയിച്ചതും. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ബ്രസീൽ മാച്ച് അനൗൺസ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മളെല്ലാവരും ആഹ്ലാദിച്ചു. നമുക്ക് ഒരേ സമയം ഈ 2 മാച്ചിനും കളിക്കാൻ പറ്റുമെന്നുള്ളൂ. കാരണം സാധാരണ ഫിഫയുടെ ലോ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തി മിക്കവാറും അവർ സന്തോഷിക്കും. കാരണം നമുക്ക് Under-23 ടീമിനെ അയക്കാനും പറ്റും, നമുക്ക് ബ്രസീലിനെതിരെയുള്ള മാച്ച് കളിക്കാനും കഴിയുമെന്നുള്ളത്. പക്ഷേ AIFFന് ഫിഫയുടെ നിയമം അറിയാവുന്നതാണ്. കാരണം ഒരു വിൻഡോയിൽ 4 ഫ്രണ്ട്ലിയിൽ കൂടുതൽ കളിക്കാൻ പാടില്ല എന്നുള്ളത് AIFFന് അറിയാവുന്നതാണ്. പക്ഷേ അവർ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ബ്രസീലിനെതിരെയുള്ള മാച്ച് സംഘടിപ്പിച്ചത്. സ്വാഭാവികമായും AIFF അയച്ച Under-23 ടീമിനെ കളിപ്പിക്കണമെന്നുള്ള റിക്വസ്റ്റ് ഫിഫ റിജക്റ്റ് ചെയ്യുകയും AIFF ആസിയാൻ കപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, AIFFൻ്റെ കല്യാൺ ജോബയ്ക്ക് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ സ്റ്റേറ്റ് അഫയേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. സ്റ്റേറ്റ് അഫയേഴ്സിൻ്റെ വോട്ട് ഷെയറാണ് AIFF പ്രസിഡൻറ്റ് ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടിയും ഇവർക്ക് കട്ട്മണി കൊടുക്കാനും ഇവർക്ക് പ്രിവിലേജ് കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പം ബ്രസീൽ പോലുള്ള ടീമുകളെ വിളിച്ച് ഇങ്ങനെ ഒരു മാച്ച് നടത്തുന്നത്. അല്ലാതെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉദ്ധരിക്കാനോ ഇതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ അതൊന്നുമില്ല. അവർ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചും കൂടെ വൈഡർ വ്യൂസ് കിട്ടും, നമ്മുടെ കളിക്കാരുടെ ടെക്നിക്കാലിറ്റി വളരും. എന്നിങ്ങനെ ടെക്നിക്കാലിറ്റി വളരാനാണ്? ഇപ്പോൾ 30-32 വയസ്സുള്ള ഇന്ത്യൻ ഫുട്ബോളിൽ ദേശീയ ടീമിൽ കളിക്കാൻ യോഗ്യതയില്ലാത്ത പല കളിക്കാർ ഇപ്പോഴും ദേശീയ ടീമിലോട്ട് സ്ഥിരമായിട്ട് വരുന്നു. പലപ്പോഴും അതൊരു ക്ലബ് കോട്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില ഏജൻസികളുടെ ബലത്തിലുമാണ് അവർ ഇപ്പോഴും ടീമിൽ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഫണ്ട്, AIFFൻ്റെ കയ്യിൽ ദൈനംദിന ചെലവ് നടത്താൻ പോലുമുള്ള ഫണ്ട് കൃത്യമായിട്ടില്ല. കിട്ടുന്ന ഫണ്ടുകളെല്ലാം കോടതിയിൽ കേസ് നടത്താനും കോമ്പൻസേഷൻ കൊടുക്കാനും വേണ്ടി മാത്രമേ തികയുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇവർ ഈ ഫണ്ട് കണ്ടെത്തുന്നു? പ്രഫുൽ പട്ടേൽ സ്ഥാനമൊഴിയുന്ന സമയത്ത് ഏകദേശം 50 കോടി രൂപയുടെ മുകളിൽ AIFFന് FD ആയിട്ടുണ്ടായിരുന്നു. ആ FD ആണ് ഇപ്പോൾ കല്യാൺ ജോബെ പൊട്ടിച്ച് ഇപ്പം ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗമില്ല, ഇന്ത്യൻ ഫുട്ബോളിന് ഉപയോഗമില്ല. ഇപ്പം വരുന്ന ടീമിനും കട്ട്മണി മേടിക്കുന്ന AIFFലെ കട്ട്മണി മേടിക്കുന്ന സ്റ്റേറ്റ് അഫയേഴ്സിനും കല്യാൺ ജോബയ്ക്കൊക്കെ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ ഫുട്ബോളിന് യാതൊരുവിധ ഗുണവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല.